ലൂസിയായുടെ പ്രകാശ കിരീടം. 4-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ട സമയത്ത് സിസിലിയിലെ സിറാക്കൂസിൽ ജീവിച്ച ധീര യുവതിയായിരുന്നു സെന്റ് ലൂസിയ. മതമർദ്ദനം പേടിച്ച് ഭൂഗർഭാലയങ്ങളിൽ ഒളിച്ചു ജീവിച്ചിരുന്ന ക്രിസ്ത്യാനികൾക്ക് ഭക്ഷണവും ആവശ്യമുള്ള സാധനങ്ങളും രഹസ്യമായി അവൾ എത്തിക്കുമായിരുന്നു. കൈനിറയെ സാധനങ്ങളുമായി ഇരുട്ടിലൂടെയുള്ള യാത്രയിൽ വഴിവെളിച്ചം കിട്ടുന്നതിനായി ലൂസിയ വിളക്കുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു കിരീടം തലയിൽ കെട്ടിവെച്ചാണ് നടക്കാറ്. ആ പ്രകാശ വിളക്കിന്റെ സഹായത്തോടെ അവൾ ഭൂഗർഭാലയങ്ങളുടെ ഇരുണ്ട വഴികളിലൂടെ നടക്കുകയും സഹായം കാത്തിരിക്കുന്നവർക്ക് ഭക്ഷണവും വെള്ളവും എത്തിക്കുകയും ചെയ്തിരുന്നു. ലൂസിയായുടെ ഈ പ്രകാശ കിരീടം ഇരുട്ടിനെ അതിജീവിക്കുന്ന വിശ്വാസത്തിന് പ്രതീകമായി മാറി. പിന്നീട് അവൾ രക്തസാക്ഷിയായെങ്കിലും തലയിൽ വിളക്കുകൾ അണിഞ്ഞ് ഇരുട്ടിലൂടെ നടക്കുമായിരുന്ന ആ യുവതിയുടെ ചിത്രം ഇന്നും പ്രചാരത്തിലുണ്ട്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഡിസംബർ 13-ന് സെന്റ് ലൂസിയായുടെ തിരുനാൾ ആഘോഷിക്കുന്ന അവസരത്തിൽ വെളുത്ത വസ്ത്രം ധരിച്ച് തലയിൽ മെഴുകുതിരികളുടെ ഒരു കിരീടം അണിഞ്ഞ് കയ്യിൽ അപ്പവും പിടിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി ലൂസിയായെ അനുസ്മരിപ്പിച്ചുകൊണ്ട് നടക്കും. ശൈത്യകാലത്തെ ഭയാനകമായ ഇരുട്ടിലേക്ക് ക്രിസ്തുവിന്റെ പ്രകാശം കടന്നു വരുന്നതിന്റെ പ്രതീകമായും ഇത് കണക്കാക്കപ്പെടുന്നു. മറ്റുള്ളവരുടെ ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ടുപോകേണ്ടവരാണ് നാം എന്ന് ലൂസിയായുടെ പ്രകാശ കിരീടം ഈ ക്രിസ്മസ് കാലത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലൂസിയയുടെ വിളക്കുകൾ അലങ്കാരമായിരുന്നില്ല, അവ സേവനത്തിനുള്ളതായിരുന്നു. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ കൊണ്ടുപോകുവാൻ അവളുടെ കൈകൾ സ്വതന്ത്രമാക്കാനായിരുന്നു ഈ പ്രകാശ കിരീടം. നമ്മുടെ ചുറ്റും ഒറ്റപ്പെടൽ, ഭയം, ആശങ്ക, ദുഃഖം, അനിശ്ചിതത്വം എന്നിവയിൽ കഴിയുന്ന പലരുമുണ്ട്. ലോകത്തിന്റെ ഒരു ഇരുണ്ട മൂലകൾ തന്നെയാണത്. അങ്ങനെയുള്ളിടത്ത് വെളിച്ചം പകരുന്നവരാകാനുള്ള ക്ഷണമാണ് ലൂസിയ നമുക്ക് നൽകുന്നത്. പ്രിയ കുട്ടികളെ, ലൂസിയായുടെ പ്രകാശ കിരീടം 3 ആത്മീയ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒന്നാമതായി, മറ്റുള്ളവരെ സഹായിക്കാൻ ആദ്യം നമ്മുടെ തന്നെ വഴികൾ നാം പ്രകാശിപ്പിക്കണം. പ്രാർത്ഥനയും വചന വായനയും ആത്മീയ നിശബ്ദതയും വഴി നമ്മുടെ ഉള്ളിനെ നാം ജ്വലിപ്പിക്കണം. രണ്ടാമതായി, ശരിയായ സേവനത്തിന് 2 കൈകളും ആവശ്യമാണ്. പക, അഹങ്കാരം, അസഹിഷ്ണുത എന്നിവ നിറഞ്ഞ കൈകൾ കൊണ്ട് നമുക്ക് വെളിച്ചം വഹിക്കാനാവില്ല. ഇങ്ങനെയുള്ളതെല്ലാം ദൂരെ എറിഞ്ഞ് നമ്മുടെ കൈകൾ വെളിച്ചം വഹിക്കാൻ സ്വതന്ത്രമാക്കണം. മൂന്നാമത്തെ ആത്മീയ പാഠം നമ്മെ പഠിപ്പിക്കുന്നത് പങ്കുവെക്കുമ്പോഴാണ് വെളിച്ചം കൂടുതൽ പ്രകാശിക്കുന്നത് എന്നതാണ്. ലൂസിയ കൂടുതൽ നൽകിയതുകൊണ്ട് കൂടുതൽ പ്രകാശിതയായി. നാം ഓരോ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ക്രിസ്തുവിന്റെ സ്നേഹവും വർദ്ധിക്കുന്നു. ഈ ക്രിസ്മസ് വേളയിൽ നമുക്കും ചെറിയ വെളിച്ചവാഹകരാകാം. ലോകത്തിന്റെ ഇരുട്ടിൽ ലൂസിയായെ പോലെ ചെറിയ മെഴുകുതിരികളാകാം. സ്നേഹപൂർവം, ഫാദർ പോൾ മൊറേലി.